അർജുനായങ്കിയെ ഒളിവിൽ പോകാൻ സഹായിച്ച 4 പേർ മലപ്പുറത്ത് പിടിയിൽ. വട്ടംകുളം സ്വദേശികളായ 4 പേരാണ് അറസ്റ്റിലായത്. എടപ്പാളിലെ ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളാണ്. അതിൽ നമ്മൾ ആ ചുവന്ന വൃത്തത്തിൽ കാണുന്നതാണ് അർജുനായങ്കി. മറ്റ് 4 പേരെ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ആയുർവേദ ആശുപത്രിയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോണൽ കൃഷ്ണയും മുബഷീറും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം സോണലിലേക്കാണ്. സോണൽ, പോലീസുകാരെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് വളരെ കൂളായി കറങ്ങി നടക്കുകയാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 5-ാം തീയതി അർജുനായങ്കി എടപ്പാളിലെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിർണായക ദൃശ്യങ്ങളാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട്. അതായത് ഇന്നലെ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി പോലീസ് അർജുനായങ്കിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കുറ്റിപ്പുറം MES കോളേജിന്റെ പരിസരത്ത് വെച്ചാണ് കാറ് മാറിക്കയറിയത് എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് ആ പോലീസ് അർജുനായങ്കി പോകുന്ന വാഹനം മനസ്സിലാക്കി അർജുനായങ്കിയെ ഫോളോ ചെയ്യുന്നത് കൃത്യമായിട്ട് അർജുനായങ്കിക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് കുറ്റിപ്പുറം MES പരിസരത്ത് വെച്ച് അർജുനായങ്കി കാറ് മാറി കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അതിനുശേഷമാണ് പോലീസിന് അർജുനായങ്കിയെ മിസ്സാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നത് എന്നുകൂടി പുതിയ വിവരം വരുന്നു. എന്തായാലും കഴിഞ്ഞ 5-ാം തീയതി അർജുനായങ്കി എടപ്പാളിലെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആ നിർണായക ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തു വിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെയും ഇവിടെ കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട് അർജുനായങ്കി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിർണായക വിഷയങ്ങളാണ്, നിർണായക വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അർജുനായങ്കിയെ സഹായിച്ചിട്ടുള്ള 4 പേരെ ഇപ്പോൾ ചങ്ങരകുളം പോലീസ് പിടികൂടിയിട്ടുണ്ട്. തിരൂർ DYSP സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ 4 പേരെയും പിടികൂടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിയിലായിട്ടുള്ളത് വട്ടക്കുളം സ്വദേശികൾ, അതായത് എടപ്പാളിൽ തന്നെ വട്ടക്കുളമുള്ള ആളുകളാണ് പിടിയിലായിട്ടുള്ളത് 4 പേർ എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് വട്ടക്കുളം സ്വദേശി ഫൈസലാണ്, മറ്റൊന്ന് അബൂബക്കർ സിദ്ദിഖിയാണ്, മറ്റൊന്ന് നൗഫൽ, അതോടൊപ്പം അഷ്കർ എന്ന് പറയുന്ന 4 പേരാണ് അർജുനായങ്കിക്ക് സഹായം ചെയ്തു കൊടുത്തത്. പുറത്തു വന്നത് എടപ്പാളിലെ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? ഈ സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് അർജുനായങ്കി തിരിച്ചറിയാൻ കഴിയുകയായിരുന്നോ, അതോ എങ്ങനെയാണ് ഈ അർജുനായങ്കി അവിടെ എത്തി എന്നുള്ള വിവരം പുറത്തു വന്നത്? തീർച്ചയായിട്ടും പോലീസിന് കൃത്യമായിട്ട് ഈ വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 5-ാം തീയതി അവിടെ അർജുനായങ്കി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ആ പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ തിരൂർ DYSPയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് അർജുനായങ്കി എത്തിയത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ പരിസരത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്ന് തന്നെയാണ് പോലീസ് സംഘവും പറയുന്നത്. അതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം ഈ 4 പേര്, അതായത് ഈ അർജുനായങ്കിക്ക് സഹായം ചെയ്തു കൊടുത്ത 4 പേരെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ 4 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുൾപ്പെടെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെയും അർജുനായങ്കി തൃശ്ശൂരിലേക്ക് പോകുന്നത് വഴി അർജുനായങ്കി സഞ്ചരിച്ച വെഹിക്കിൾ, അതായത് വണ്ടി ആ പോലീസിന് മനസ്സിലായി എന്ന് കണ്ടതോടെ കുറ്റിപ്പുറം MESന് സമീപം വെച്ച് ആ കാറ് മാറി മറ്റൊരു വാഹനത്തിലാണ് തൃശ്ശൂരിലേക്ക് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെയും അർജുനായങ്കി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5-ാം തീയതിയും എത്തിയിട്ടുണ്ട്. 5-ാം തീയതി എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പുറത്തുവിട്ടിട്ടുള്ളത്. അർജുനായങ്കിക്കൊപ്പം ഉണ്ടായിരുന്ന 4 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്.